അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദൈവഭയവും അവൻ്റെ നാമത്തോടുള്ള ബഹുമാനവുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. താഴ്മയും വിനയവുമുള്ള ഹൃദയത്തിൽ ദൈവഭയം വസിക്കും. അവിടെ മാത്രമേ ദൈവവും അവൻ്റെ സ്നേഹവും വസിക്കുകയുള്ളൂ. നമ്മുടെ ബുദ്ധി ദൈവഭയത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല എങ്കിൽ, നമ്മുടെ ജ്ഞാനം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ, നാം ക്രിസ്തുവിൻ്റെ ഭോഷനാകുന്നതിന് പകരം സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന ഭോഷനാകുവാനാണ് സാധ്യത. നാം ഒരു ഭോഷൻ ആയേ ഒക്കൂ. ഒന്നുകിൽ നാം ക്രിസ്തുവിൻ്റെ ഭോഷൻ ആകും, അല്ലെങ്കിൽ നാം സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന ഭോഷൻ ആകും. ക്രിസ്തുയേശു എന്തു പറയുന്നുവോ അത് അനുസരിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ ഭോഷൻ. ജീവിത വിജയം നേടുവാനും നാം അബദ്ധത്തിൽ നാശത്തിൽ ചെന്ന് വീഴാതിരിക്കുവാനും നാം ക്രിസ്തുവിൻ്റെ ഭോഷനാകുന്നതാണ് നല്ലതെന്ന് ദൈവവചനമായ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുകയും സ്വന്തം കഴിവിൽ ആശ്രയിച്ച് തെറ്റായ ജീവിതം നയിച്ച് നിത്യനാശത്തിൽ പതിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തെ ഓർക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ദൈവഭയമുള്ളവരായി പാപത്തെ വെറുത്ത് ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലാണ് പ്രപഞ്ചത്തിലെ സകല നിധികളും മറഞ്ഞിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ദൈവഭയം ഉള്ളവർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവർ എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള വ്യക്തികളെ വഞ്ചിക്കുവാൻ സാത്താനോ മറ്റു മനുഷ്യർക്കോ സാധിക്കുകയില്ല. എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ അതുപോലെ ജീവിച്ചാൽ തെറ്റായ പാതയിൽ നാം ചെന്നെത്തുകയില്ല. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് തെറ്റായ ജ്ഞാനം നാം ഉപയോഗിച്ചാൽ വലിയ പ്രതിസന്ധികളിൽ ചെന്ന് ചേരും എന്നതിന് സംശയമില്ല. ഭയം എന്ന വാക്കിൻ്റെ നിർവചനമാണ് അനർത്ഥത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അഥവാ ആശങ്ക എന്നത്. ഒരു വ്യക്തിക്ക് അഗ്നിയെക്കുറിച്ച് ശരിയായ ഭയം ഇല്ല എങ്കിൽ ആ വ്യക്തി അഗ്നിക്കിരയായിത്തീരും. റോഡ് നിയമങ്ങളിൽ ഒരു കാൽനട യാത്രക്കാരന് മാന്യമായ ഭയം ഇല്ല എങ്കിൽ അയാൾക്ക് വാഹന അപകടമുണ്ടാവുകയോ ഒരുപക്ഷെ കൊല്ലപ്പെടുകയോ ചെയ്യാം. ദൈവത്തെ നമുക്ക് ഭയമില്ല എങ്കിൽ സാത്താൻ ഇഷ്ടപ്പെട്ട പാപങ്ങൾ നാം ചെയ്യുകയും ഒടുവിൽ സാത്താനു വേണ്ടി ദൈവം നിർമ്മിച്ചിട്ടുള്ള ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നാം വീഴുകയും ചെയ്യും. നാം ഒരുപക്ഷെ ചില കാര്യങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ പോലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു കുറവും വരാത്തതിനാൽ നാം ഏറ്റവും കൂടുതൽ ദൈവത്തെ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കണം. പാപത്തെ നാം ഭയപ്പെടണം, കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. അനാരോഗ്യകരമായ മറ്റൊരു ഭയമുണ്ട്. ഈ ഭയത്തിന് ദണ്ഡനമുണ്ടെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയം ഇല്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നുവെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയെ ദൈവഭയമുള്ള വ്യക്തിയെന്ന് പറയാം. ദൈവമാരെയും നരകത്തിൽ വിടുകയില്ല. എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ യജമാനനായ സാത്താൻ്റെ മകനും ദൂതനുമായി നാം രൂപാന്തരപ്പെടുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു പറഞ്ഞിരിക്കുന്നു. അതായത് നാം പാപം ചെയ്യുമ്പോൾ സാത്താൻ നമ്മെ കീഴടക്കി അവൻ്റെ ദൂതനാക്കി തീർക്കുന്നു. ആ അവസ്ഥയിൽ നിന്നും ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയണമെങ്കിൽ, യേശുവേ ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നാം യേശുവിനോട് നിലവിളിക്കണം. നാം അപ്രകാരം നിലവിളിക്കണമെങ്കിൽ പാപം ചെയ്യുന്ന വ്യക്തികൾ നരകത്തിൽ വീഴും എന്ന അറിവും നരകത്തിലെ തീയെ തണുപ്പ് മാറ്റുവാനുള്ളതല്ല എന്ന ബോധവും അവിടെ വീഴുന്നവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന നിശ്ചയവും നമുക്കുണ്ടായിരിക്കണം.
പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകനാകുന്നുവെന്ന് 1 യോഹന്നാൻ 3:8 രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12 രേഖപ്പെടുത്തിയിരിക്കുന്നു. സിംഹത്തെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയം പോലെയല്ല ദൈവത്തെ ഭയപ്പെടേണ്ടത്. പിന്നെയോ, നാം പാപം ചെയ്തു കഴിഞ്ഞാൽ സ്നേഹവാനായ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ നമുക്ക് നഷ്ടമാകുമല്ലോ എന്ന ഭയമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. എന്നാൽ വാസ്തവമായി യേശുവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനും അവനെ അനുസരിക്കുവാനും നമുക്ക് കഴിയും. ദണ്ഡനമുള്ള ഭയത്തിനും ഭീരുത്വത്തിനും നാം കീഴടങ്ങരുത്. എന്നാൽ ദൈവവചനം അനുസരിക്കുന്നതിൽ ഉദാസീനത കാണിക്കുകയും അരുത്. പ്രമാണികളിൽ തന്നെയും അനേകർ യേശുവിൽ വിശ്വസിച്ചു പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലാതാനും അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:42-43 രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യരാലുള്ള മാനത്തെ സ്നേഹിക്കുവാൻ അവരെ നിർബന്ധിച്ചത് മാനുഷ ഭയമാണ്. ഈ ഭയത്തിന് ദണ്ഡനമുണ്ട്. മാനുഷ ഭയം ഒരു കെണിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കുമെന്ന് സദൃശവാക്യങ്ങൾ 29:25 രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനം അനുസരിക്കുന്നതിൽ ഭയം വരുത്തുന്നത് സാത്താനാണെന്ന് സാരം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അനുസരിക്കുവാനുള്ള ദൈവകൽപ്പനകൾ നാം അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കുകയും അവർ നമ്മെ കണ്ട് ദൈവഭയത്തിൽ വളരുകയും ശത്രു ഒരുക്കുന്ന ഒരു കെണികളിലും കുടുങ്ങാതെ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഇസ്ഹാക്കിനും യാക്കോബിനും തൻ്റെ പിതാവ് അബ്രഹാം മാതൃകാ പുരുഷനായിരുന്നു. യാക്കോബ് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. ഉൽപ്പത്തി പുസ്തകം 31:42 നാം കേട്ടത്. യാക്കോബിന് തൻ്റെ പിതാവിൻ്റെ പിതാവായ അബ്രഹാമിൽ നിന്നും തൻ്റെ പിതാവായ ഇസ്ഹാക്കിൽ നിന്നും ലഭിച്ച ദൈവഭയം മൂലം അവൻ ദൈവത്തെ അനുസരിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. 20 വർഷക്കാലം യാക്കോബിൻ്റെ അമ്മയുടെ സഹോദരനും യാക്കോബിൻ്റെ ഭാര്യമാരുടെ അപ്പനുമായ ലാബാൻ യാക്കോബിൻ്റെ അനേകം നന്മകൾ കൈവശമാക്കി. എന്നാൽ ലാബാൻ എന്ന യാക്കോബിൻ്റെ അമ്മായപ്പൻ ജയിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തെ അനുസരിച്ച് യാക്കോബിൻ്റെ സകല നന്മകളും ദൈവം ലാബാനിൽ നിന്നും മേടിച്ച് യാക്കോബിന് കൊടുത്തു. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ടെങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 31:29 രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിൻ്റെ അമ്മായിയപ്പനായ ലാബാൻ യാക്കോബിനോട് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. അതെ, നാം ദൈവത്തെ അനുസരിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ദൈവത്തെയും നമ്മെയും അനുസരിക്കുകയുള്ളൂ. ദൈവത്തെ അനുസരിക്കുന്ന മക്കളെ കൊണ്ടുപോകുവാൻ സാത്താനോ അവരുടെ സേവകർക്കോ ഒരിക്കലും കഴിയുകയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവം അവർക്ക് കൊടുക്കും. ചില ആളുകൾ യേശുവിൻ്റെ മകനും മകളുമാണെന്ന് പരസ്യമായി പറയും, എന്നാൽ രഹസ്യമായി അവർ പാപം ചെയ്യും. ഒടുവിൽ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് പാപത്തിൻ്റെ യജമാനനായ സാത്താൻ അവരുടെ പാപത്തെ വെളിപ്പെടുത്തും. എന്നാൽ മാത്രമേ സാത്താനെ അവനെ കൂടുതലായി ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ബാങ്കിൽ നിന്നും ലോൺ എടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡിനാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഈ കാർഡ് ബാങ്കിൽ നിന്നും മേടിച്ചാൽ അത്യാവശ്യ സമയത്ത് കടയിൽ നിന്നും സാധനങ്ങൾ മേടിക്കുമ്പോൾ ബാങ്ക് പണം കൊടുത്തുകൊള്ളും. എന്നാൽ നാം അത് കൃത്യമായി പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പാപം. പാപത്തിൽ അല്പം സന്തോഷമുണ്ട്, പണം കടം മേടിക്കുമ്പോൾ ഉണ്ടാകാറുള്ള സന്തോഷം പോലെ. എന്നാൽ നാം മേടിക്കുന്ന പണത്തിൻ്റെ പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടി വരുമ്പോൾ നാം കഷ്ടപ്പെടുന്നത് പോലെ താൽക്കാലിക സന്തോഷം തരുന്ന പാപം നിമിത്തം ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഭയാനകവും മരണത്തിന് ശേഷം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴുന്ന അവസ്ഥ വേദനാജനകവുമാണ്. നരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് യേശു പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക.
ഒറ്റക്കണ്ണനായ ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. അപ്രകാരമുള്ള നിത്യ നരകത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് അവസാന തുള്ളി രക്തം വരെയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഊറ്റിത്തന്നത്. ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ നാം അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ വചനം അനുസരിച്ച് പാപം ചെയ്യാതിരിക്കുന്നതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. ആ ദൈവഭയം സകല പാപത്തെയും വെറുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അപ്രകാരം നാം പാപത്തെ വെറുക്കുമ്പോൾ ദൈവസ്നേഹവും ദൈവഭയവും നമ്മിൽ നിറയുകയും നമ്മെ ദ്രോഹിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് അവരോട് കരുണ തോന്നുകയും ചെയ്യുന്നു. ദൈവസ്വഭാവം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ നാം ദൈവമക്കളായി തീരുന്നത്. ആകയാൽ നമുക്ക് ദൈവഭയത്തോടെ ജീവിച്ച് ദൈവസ്നേഹം വെളിപ്പെടുത്തി ഈ ഭൂമിയിൽ തന്നെ ജ്യോതിഷികളെ പോലെ പാപികളായ വ്യക്തികളുടെ മധ്യേ പ്രകാശിക്കാം. നമ്മളെ ദൈവസ്നേഹവും ദൈവകരുണയും ക്ഷമാശീലവും കണ്ട് അനേകർ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് യേശുവിൻ്റെ മക്കളായി തീരുവാൻ അത് ഇടയാക്കും. ആകയാൽ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. നിത്യതയ്ക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.